രക്ഷകവാടം തുറക്കും രക്ഷകനാമോസ്തിയേ ശത്രുവിനണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാം ഞങ്ങൾക്ക് കൃപ നൽകിടേണം പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ കരം നീട്ടി കരുണ തോന്നി കരസ്പർശനത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഗായകനായ ജോഷിയോടൊപ്പം ആലപിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സൗഖ്യത്തിന്റെ കരം പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുതലിന്റെ ഹൃദയസ്പർശം അനുഭവിക്കട്ടെ. പാപികളായി ഞങ്ങൾ ദിവ്യകാരുണ്യത്തിന്റെ കണ്ണുകളിലൂടെ ഞങ്ങൾ അനുഭവിക്കട്ടെ ആ സ്നേഹം. വിരിച്ച കരങ്ങളോടെ എല്ലാം കൊടുത്തുകൊണ്ട് ദിവ്യകാരുണ്യത്തിന് വലിയ അഭിഷേകത്തോടെ എന്നേരവും ഹൃദയം നുറുങ്ങിയ വേദനയോടെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് കരുതുന്നവർക്ക് പ്രകാശത്തിന്റെ ഉത്തരം നൽകുന്ന തമ്പുരാൻ പ്രത്യാശയുടെ നക്ഷത്രമായ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് പാടുകയും കർത്താവേ ദൈവമേ ദിവ്യകാരുണ്യത്തിന് കർത്താവായ ഈശോയേ എന്നേരവും ദാവീദിന്റെ പുത്ര ആരാധനയും കരുണ തോന്നി സ്തുതിയും ഞങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് സന്ദർശിക്കണമേ. ഞങ്ങളുടെ കൗമാരക്കാരായ മക്കളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യൗവനത്തിൽ നിൽക്കുന്ന മക്കളെ വിശ്വാസത്തിലും ധാർമ്മികതയിലും ബലപ്പെടുത്തണമേ. കർത്താവേ, നിരീശ്വരവാദം തകരട്ടെ, തങ്ങൾ അവസാനിക്കട്ടെ. വിലക്കയറ്റം തടയാൻ രാഷ്ട്രീയ നേതാക്കൾ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഴക്കെടുതിയുണ്ട് ജീവിതവും ജീവനും നഷ്ടപ്പെട്ട കുടുംബങ്ങളെയും ജീവനുകളെയും സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നീട്ടി ഈ നാടിനെയും ഈ ദേശത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും രക്ഷിക്കണമേ. മതതീവ്രവാദം കൊടുമ്പിരിക്കൊണ്ട് വിളയാടുന്ന കുറേയേറെ രാജ്യങ്ങളിൽ പീഡനമനുഭവിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടി ഈ ആരാധന സമർപ്പിക്കട്ടെ. ദൈവമേ, നിന്റെ തിരുനാമവും നിന്റെ വചനങ്ങളും ബലിപീഠവും തകർക്കപ്പെടാതിരിക്കട്ടെ. ഇന്ത്യ പോലുള്ള 6-7 രാജ്യങ്ങളിൽ നടമാടുന്ന തീവ്രവാദ വിരുദ്ധ നയങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ രാഷ്ട്ര നേതാക്കൾ ഇടപെടണമേ. ഈശോയെ, രക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യയും ഭർത്താവും അകന്നു കഴിയുന്ന കുടുംബങ്ങളിലേക്കും വഴക്ക്
ഒഴുക്കിലൂടെ മുന്നോട്ടു പോകുന്ന കുടുംബങ്ങൾ, ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലൂടെ പോകുന്ന കുടുംബങ്ങൾ, ദാരിദ്ര്യവും രോഗവും മൂലം വേദനിക്കുന്നവരും ഒറ്റപ്പെടുന്നവരെയും സമർപ്പിക്കുന്നു. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ വലിയ ജീവിക്കുന്ന സുവിശേഷകനായ പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വീതം വെച്ച് രോഗികൾക്കും പതിതർക്കും പാവപ്പെട്ടവർക്കും വിധവകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രധാന ആചാര്യന്മാർക്കും പുരോഹിതർക്കും പകുത്തു നൽകിയ ആ ദിവ്യശക്തിയുടെ കരുണാർദ്രമായ സ്നേഹം അനുഭവിക്കുന്ന ഈ ദിവ്യകാരുണ്യ വിടുതൽ ശുശ്രൂഷയിൽ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചു. കർത്താവേ, എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അഴിച്ചുവിടണമേ. നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക്, സ്നേഹക്കുറവിൽ നിന്നും കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ ജ്വലനത്തിലേക്ക്, ഇരുളടഞ്ഞ മാനസികാവസ്ഥയിൽ നിന്നും പ്രകാശത്തിലേക്ക്, ഐഡിയോളജി ദൈവമായി കരുതുന്ന വ്യക്തികളുടെ ലോജിക്കിലേക്ക് നിൻ്റെ ശക്തിയും ആത്മാവിനെയും അയക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലെല്ലാം കൊടുത്തുകൊണ്ട് എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ രക്ഷയുടെ തുറമുഖത്തിലേക്ക്, ആ തുറമുഖം നമ്മുടെ ജീവിതത്തിൻ്റെ അത്താണിയായി കണ്ടുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. അഭിഷേകത നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈശോയെ കരുണ തോന്നണമേ, അഭിഷേകത നിറയണമേ. ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബുധനും വ്യാഴവും നടക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൈദരാബാദിലുള്ള അടുത്ത ആഴ്ചത്തെ ധ്യാനത്തെയും സമർപ്പിക്കുന്നു. ഈ ദേവാലയത്തിൽ ഇടപെടാതെ ഇടമുറിയാതെ നടക്കുന്ന ആരാധനയും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നടക്കുന്ന വിടുതൽ ശുശ്രൂഷകളിൽ സ്വർഗം തുറന്ന പിതാവായ ദൈവപുത്രരിലൂടെ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പുണ്യാളച്ചന്റെ വലിയ തീർത്ഥാടന കേന്ദ്രമായ ദേവാലയത്തിലെ പുണ്യാളത്തിന്റെ തിരുശേഷിപ്പിന്റെ സാന്നിധ്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തകർന്ന മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. കൂലിയും വേലയും ഇല്ലാതെ നടക്കുന്നവരെ സമർപ്പിക്കുന്നു. ലക്ഷ്യബോധമില്ലാത്ത യുവജനങ്ങളെ ബലപ്പെടുത്തണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട വ്യക്തികൾ, അത് കച്ചവടമായി കരുതുന്ന എല്ലാ തലമുറയിലുള്ളവരെയും സമർപ്പിക്കുന്നു. തുറമുഖത്ത് എല്ലാ തുറയിലുള്ളവരെയും സഹായിക്കുന്നു. ഈശോയെ മാനസാന്തരം സൊസൈറ്റിക്ക് വ്യക്തികൾക്ക് നൽകണമേ. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിന്റെ രക്ഷാകരമായ ആ നാമം ശക്തിപ്പെടുന്നതിന് വേണ്ടി കുരിശുരൂപത്തിന്റെ മുമ്പിൽ ജീവിതം കൊടുത്തുകൊണ്ട് വേദനിക്കുന്നവരെയും ക്യാൻസർ ബാധിച്ചവരെയും നിരാശയിലായിരിക്കുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ ശക്തി ഒഴുകട്ടെ. കർത്താവേ, കരുണ തോന്നി തൊടണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ആ തൃക്കരങ്ങളിൽ ജീവിതം കൊടുക്കണം. ആ സ്നേഹത്തിലേക്ക് നമ്മളെ അടുപ്പിക്കട്ടെ. പാപങ്ങൾ പൊറുക്കണമേ. എന്റെ പൗരോഹിത്യം ദിവ്യകാരുണ്യ ശക്തിക്ക് വേണ്ടി അത് സ്പ്രെഡ് ചെയ്യുവാൻ എന്നെ നീ ഉപകരണമാക്കണമേ. കൽപ്പറ്റയിലെ സെന്റർ വിജയിപ്പിക്കണമേ. എന്റെ കർത്താവേ, ഈശോയെ, ആ കരം എന്നിലേക്കും ഇവരിലേക്കും നേടട്ടെ. പൊറുക്കണമേ അപരാധങ്ങൾ. വിശുദ്ധി തരണമേ കർത്താവേ. കുടുംബങ്ങളെയും ജീവിതങ്ങളെയും വിശുദ്ധീകരിക്കണമേ. അഴുക്കിൽ തിളങ്ങുന്ന മുത്താവട്ടെ. അപരാധങ്ങൾ കഴുകണമേ, പൊറുക്കണമേ. ഈ ജീവിതം വിശുദ്ധീകരിച്ചാലും ചാരമാവട്ടെ. ഭവനങ്ങൾ സന്ദർശിച്ച് വിശുദ്ധീകരിച്ച പൊന്നുതമ്പുരാനെ, തിളങ്ങുന്ന കുടുംബങ്ങളുടെയും ജീവിതങ്ങളുടെയും സൊസൈറ്റിയെയും വിശുദ്ധീകരിച്ചാലും എന്റെ പൗരോഹിത്യ ശുശ്രൂഷകളിലൂടെ നിന്റെ കൃപയൊഴുകട്ടെ. ദിവ്യകാരുണ്യത്തിലൂടെ സൗഖ്യങ്ങൾ നടക്കട്ടെ. ദൈവമേ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ആകാശം തുറക്കണമേ, ശബ്ദിക്കണമേ.
ഹൃദയം നിങ്ങളുടെ ജീവിതങ്ങളും ഹൃദയവും തമ്പുരാന് സമർപ്പിക്കുക. വിശ്വാസം തിരിച്ചു പിടിക്കുക പ്രിയപ്പെട്ടവരെ. സ്നേഹം പുഷ്പിക്കട്ടെ. എൻ ഹൃദയം ദാമ്പത്തിക ജീവിതം ക്ഷമിച്ചുകൊണ്ടും സ്നേഹിക്കുന്നുകൊണ്ടും സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിരാശയിൽപ്പെട്ട ഒരു വ്യക്തിയെങ്കിലും തിരിച്ചു വരട്ടെ ഈ ആരാധന കൊണ്ട്. കർത്താവേ, എന്റെ ദൈവമേ, നിന്റെ വചനത്തിന്റെ ശക്തി ഒഴുകണമേ എന്ന് അപേക്ഷിക്കുന്നു. ആരാധനയോടെ കരങ്ങൾ വിരിച്ചു പിടിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ തിരുനാമം ഉരുവിടുക. ആന്തരിക സൗഖ്യവും വിള്ളലുകളും ഇല്ലാതായി തീരാൻ, മുറിവുകൾ സുഖപ്പെടാൻ കർത്താവേ, എന്റെ പൊന്നു തമ്പുരാനെ, നിന്റെ കൃപയൊഴുകണമേ. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ദിവ്യകാരുണ്യമാകുന്ന അഗ്നി ഉള്ളിൽ കത്തി വിശുദ്ധീകരിക്കട്ടെ. ജെറമ്യായും സകല പ്രവാചകന്മാരും തീക്കട്ടയിൽ ജ്വലിച്ചതുപോലെ കത്തട്ടെ. ദിവ്യകാരുണ്യമാകുന്ന ദൈവത്തിന്റെ തീക്കട്ട കൊണ്ട് നിങ്ങളുടെ ശരീരവും മനസ്സും കത്തി വിശുദ്ധീകരിക്കപ്പെടട്ടെ. അശുദ്ധി വിട്ടുപോകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താവട്ടെ. ദൈവമേ, കർത്താവേ, അശുദ്ധിയല്ല ചാരമാവട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കൊടുത്തുകൊണ്ട് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ആഗോള കത്തോലിക്ക സഭയുടെ എല്ലാ വൈദികരുടെയും സ്വർഗീയ മധ്യസ്ഥനായ ആർട്സിലെ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളച്ചൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഓർമ്മയാചരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ദിനം ബലിപീഠത്തിൽ ഓർക്കുമ്പോൾ ആ ജീവിതം ധന്യമായ വിശുദ്ധമായ ആ ജീവിതം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വെല്ലുവിളികൾ എല്ലാ വൈദികരുടെയും ജീവിതങ്ങളിലേക്ക് ആ പുണ്യ ജീവിതത്തിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രായശ്ചിത്ത ജീവിതം, അദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കൂട്ടിലെ തണുപ്പ് കാലത്ത് 12 മണിക്കൂറും വേനൽക്കാലത്ത് 18 മണിക്കൂറും കുമ്പസാരക്കൂട്, കാരുണ്യത്തിൻ്റെ പ്രവാഹമായി മാറിയ ലക്ഷോപലക്ഷം ജനങ്ങൾ, 20 വർഷം കൊണ്ട് 20 ലക്ഷത്തിൽ പരം ജനങ്ങൾ പാപികളെ മാനസാന്തരപ്പെടുത്തിയ അനുതാപത്തിൻ്റെ കേന്ദ്രമായി മാറിയ ആർട്സിലെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി എല്ലാ വൈദികരുടെയും ജീവിതങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് ഈ ആരാധനയെങ്കിൽ പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആപ്തവാക്യം എല്ലാം സമർപ്പിക്കുക, എല്ലാം കൊടുക്കുക, ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക എന്നുള്ളതായിരുന്നു. ആ തിരുമുഖത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഡാൻസും പാട്ടും മദ്യവും ആഘോഷവും ജീവിതമാക്കി മാറ്റിയ ആർട്സിലെ ജനങ്ങൾക്ക് കുറച്ചു മുമ്പ് പാടിയ പാട്ടിൻ്റെ ഈരടി പോലെ അശുദ്ധിയെല്ലാം കഴുകാൻ അദ്ദേഹം വിരിച്ചു കരങ്ങൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ. ആരംഭത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും തെറ്റിദ്ധാരണകളും വിമർശനങ്ങളിലൂടെ കടന്നുപോയി. ലാറ്റിൻ ഭാഷയുടെ പാഠപത്തിൻ്റെ ശുഷ്കത കൊണ്ടും ശൂന്യത കൊണ്ടും സെമിനാരിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്ന ചില അനുഭവങ്ങൾ, ജപമാലയാകുന്ന വിശുദ്ധമായ ആയുധം കൊണ്ട് സ്വർഗം തുറന്ന് പൗരോഹിത്യം കൊടുത്ത പൊന്നുതമ്പുരാൻ്റെ ജീവിതം മുഴുവനും, അദ്ദേഹത്തിൻ്റെ ശക്തി മുഴുവനും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിലൂടെ വിളങ്ങി. പ്രിയപ്പെട്ടവരെ, ആ ജീവിതം ഒരാപ്തവാക്യത്തിൽ നമുക്ക് ഈ സമയം കൂട്ടിച്ചേർക്കാം. മാൻസ് വീക്ക്നെസ് ഈസ് ഓഫൺ ഹിസ് ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്ന്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി
അവൻ്റെ ബലഹീനതയിൽ ദൈവം പ്രവർത്തിക്കുമ്പോഴാണ്. മനുഷ്യൻ്റെ ശക്തി അവനവനിൽ തന്നെയുള്ള ബലഹീനതയിൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ മുഴുവനും ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ, പോരായ്മകൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴൊക്കെ അതൊരു അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്നവൻ്റെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്നത്. നമ്മുടെ ബലഹീനതകൾ ഇറക്കി വെച്ച് ഇതൊരു അനുഗ്രഹമാക്കി എൻ്റെ ജീവിതത്തിന് തിരിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ശമയോൻ കരങ്ങളിലെടുത്തത് രക്ഷകൻ്റെ ശൈശവത്തെ പറഞ്ഞതുപോലെ രക്ഷ ഞാൻ കണ്ടിരിക്കുന്നു. ഇതുപോലെ മദ്യപാനികളും രഹസ്യ നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവരും പ്രാർത്ഥനയിൽ വളരാത്തവരും വിശ്വാസം കുറഞ്ഞവരും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളുടെ ബലഹീനതകൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ കണ്ണുകളിലേക്കും കരങ്ങളിലേക്കും സമർപ്പിക്കുമ്പോൾ അതൊരു അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങളായി ചാലുകളായി ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ശക്തിയും. അത് അനുഭവിക്കുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലാണ്. ജോൺ മരിയ വിയാനി പുണ്യാളച്ചൻ്റെ മാതിശക്തി വഴി ഞങ്ങളുടെ വൈദികരിലേക്ക് നിൻ്റെ ശക്തി ഒഴുകണമേ എന്ന് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യ ചൈതന്യവും സിംപ്ലിസിറ്റിയും സ്നേഹവും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണതയും ദൈവമേ എൻ്റെ പൗരോഹിത്യത്തിലേക്ക് നീ കൃപയായി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഭാസ്നേഹവും പാപികളോടുള്ള അടുപ്പവും സ്വർഗം തുറന്ന് അദ്ദേഹത്തെ പുലുകിയതുപോലെ വലിയ കൃപയായി നമ്മളിലേക്കും ഒഴുകട്ടെ. നമുക്കും തീരുമാനിക്കാം, ഈ ജീവിതം ദൈവത്തോടൊപ്പം ഞാൻ ജീവിച്ചും വിജയിച്ചും തീർക്കേണ്ടതാണ്. നിരാശയിലൂടെ അധപ്പതനത്തിൻ്റെ പടുകുഴിയിലും താഴ്വരയിൽ കഴിയേണ്ടവനല്ല. മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് പോലും ദൈവം എന്നെ രക്ഷിക്കും. ഈശോയെ വിളിച്ചാൽ മതി, എഴുന്നേറ്റ് പിതാവിൻ്റെ ആശ്ലേഷത്തിന് സമർപ്പിച്ചാൽ മതി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ വൈദികരെയും ഇന്നിൻ്റെ ധന്യ നിമിഷത്തിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യ അഭിഷേകാലയത്തിലേക്ക് സമർപ്പിക്കുന്നു. കരുതലും കരുണയും കൃപയും കൊണ്ട് ഞങ്ങളുടെ വൈദികരെ പൊതിയണമേ. എന്നെയും കർത്താവേ, അവരെ ശുശ്രൂഷിക്കുന്നവരെയും സഹായിക്കുന്നവരെയും സമർപ്പിതരെയും അൽമായരെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സഭയെ വിശുദ്ധീകരിക്കുവാൻ വിശുദ്ധരായ വിയാനിമാരെ ഇനിയും അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആശീർവാദത്തിന് നമുക്കൊരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബലഹീനതകളും സമർപ്പിക്കട്ടെ. രക്ഷയുടെ ഈ തീരത്തേക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, നിന്റെ കരുണ കൊണ്ട് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കാം. അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കാം. ജോൺ മരിയ വിയാനി പുണ്യാളച്ചൻ്റെ ജപമാലയോടുള്ള സ്നേഹവും ഭക്തിയും, പരിശുദ്ധി അമ്മയോടുള്ള അടുപ്പം, വിശുദ്ധരോടുള്ള സ്നേഹം, പ്രായശ്ചിത്ത മനോഭാവം, ഇടവക ദേവാലയത്തിലെ നിരന്തരമായ വിശുദ്ധ ബലിയും വചന പ്രഘോഷണവും വചനത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളും ദൈവസ്നേഹത്തെ പറ്റിയുള്ള ആ പ്രഘോഷണവും ആയിരങ്ങൾക്ക് ലക്ഷോപലക്ഷം ജനങ്ങൾ മാനസാന്തരപ്പെടുത്തിയെങ്കിൽ ദൈവമേ, സ്വർഗം തുറന്ന് ഈ ദേവാലയത്തെയും ഇവിടുത്തെ ശുശ്രൂഷകളെയും ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയും ഭക്തിയും പ്രഘോഷിക്കുവാൻ നീ എന്നെയും ഈ ദേവാലയത്തിലെ ശുശ്രൂഷകളെയും നീ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളർത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, കരുണ തോന്നി അനുഗ്രഹിക്കണമേ. ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവേ ആരാധന, 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 ജോൺ മരിയ വിയാനി പുണ്യാളച്ചനോട് ചേർത്ത് വെച്ചുകൊണ്ട് കരങ്ങൾ യാചനാപൂർവം പിടിച്ച് ഈ ഈരടി നമുക്ക് ആലപിക്കാം. ഈ ദിവ്യകാരുണ്യം മാത്രമാണ് ജീവിതത്തിന് ആശ്വാസമെന്ന് പാടാം. ഈശോയെ, ഈശോയെ, ഈ ആരാധന മാത്രമെനിക്കാശ്വാസം. എല്ലാ പുരോഹിതരെയും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈശോയെ, ഈ ബലിപീഠത്തിലെ അത്ഭുതങ്ങൾ ഇനിയും ധാരാളം നടക്കുന്നതിന് കരുണ തോന്നണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ബലിപീഠ
ബലിപീഠം മാത്രമെനിക്കഭയം. പുണ്യാളച്ചൻ്റെ വലിയ വിശുദ്ധി കൊണ്ട് പുരോഹിതരെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈശോയേ, എൻ്റെ പൗരോഹിത്യവും കുർബാനയുടെ അഭിഷേകത്തെ നിറയ്ക്കണമേ. ഈ ആരാധന മാത്രമെനിക്കാശ്വാസം. എല്ലാ വൈദികരെയും ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ബലിയായി തീരാൻ ക്രൂശിത ജീവിതത്തിന്റെ അർത്ഥം ബലിപീഠത്തിൽ അനുഭവിക്കാൻ ഈ ബലിപീഠം മാത്രമെനിക്കഭയം. ഈ അൾത്താര മാത്രം എനിക്ക് അത്താണി. പാടിക്കും. ഈശോയേ, ഈ അൾത്താര മാത്രമെനിക്കത്താണി. പാടിയും എല്ലാം സമർപ്പിച്ച് ഈശോയേ, ഈ അൾത്താര മാത്രം എനിക്ക് അത്താണി. ഈ അൾത്താര മാത്രമത്താണി. അഭിഷേകമായ ഗാനം, കൃപ നിറഞ്ഞ അനുഭവം, സൗഖ്യത്തിൻ്റെ വിടുതൽ, ഇറങ്ങി വരുന്ന ദൈവിക ചൈതന്യം അനുഭവിക്കാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈശോയെ, നീ മാത്രമാണ് സൗഖ്യത്തിൻ്റെ തീരം. എൻ്റെ ഈശോയേ, സൗഖ്യദായക, നീ മാത്രമെനിക്കാശ്രയം. പാടിയെ വീണ്ടും. എൻ്റെ ഈശോയേ, ഈ ആരാധന മാത്രമെനിക്കത്താണി. നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യത്തെ നോക്കി ഈശോയുടെ കരങ്ങളിലെല്ലാം കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അങ്ങ് സ്ഥാപിച്ച പൗരോഹിത്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കലാകാലങ്ങളിൽ വിശുദ്ധരെ അയച്ച് പൗരോഹിത്യ ജീവിതവും സഭയെയും നവീകരിക്കുന്നതിനെ ഓർത്ത് ദൈവമേ, ആരാധനയിൽ നിന്നും സൗഖ്യം തരണമേ, വിശ്വാസം ശക്തിപ്പെടുത്തണമേ. ഈ ദേവാലയം ആയിരങ്ങൾക്ക് വീണ്ടും അഭയമായി തീരണമേ. എൻ്റെ പൗരോഹിത്യം ദിവ്യകാരുണ്യ ശക്തിയും ഭക്തിയും പ്രഘോഷിക്കുവാൻ, വചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ എന്നെ ഒരു ഉപകരണമാക്കി തീർക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. നിരാശയിൽ അകപ്പെട്ടവർക്ക് പ്രത്യാശ കൊടുക്കണമേ. രഹസ്യ നൊമ്പരങ്ങളിലൂടെ ജീവിതം മടുത്തവർക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രഭ കൊടുക്കണമേ. മിസ്റ്റർ ജോൺ മരിയ വിയാനി പുണ്യാളച്ചൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ കർത്താവിൻ്റെ എല്ലാ നന്മകളും ഞങ്ങളുടെ പുരോഹിതർക്ക്, ഞാൻ ഉൾപ്പെടുന്ന ആ സമൂഹത്തിലെ അംഗങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് മാനസാന്തരം നൽകണമേ. ദിവ്യകാരുണ്യവും ബലിപീഠവും ഞങ്ങൾക്ക് സർവസ്വമായി തീരട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആശീർവാദത്തിന് നമുക്കൊരു കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും
ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.